കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. വളരെ സങ്കടത്തോടെ അവൾ എന്നോട് പറഞ്ഞു, എന്നെക്കൊണ്ടൊന്നും പറ്റണില്ല, ഞാനൊരു ഫെയിലിയർ ആണെന്നൊക്കെ. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണവും ഇതുതന്നെയാണ്. കാരണം ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ആ ചിന്തയുടെ പുകച്ചിലിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് എൻ്റെ സാഹചര്യങ്ങളാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരിയറിൽ നിന്നും ബ്രേക്ക് എടുക്കുമ്പോൾ ഞാനെന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അധികം വൈകാതെ തന്നെ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഏതു കാര്യത്തിനും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമ്മൾ പ്രാക്ടിക്കൽ ആയിരിക്കണമെന്ന് മാത്രം. 10 വർഷമാണ് ഞാൻ വീട്ടിലിരുന്നത്. എൻ്റെ ജീവിതം ഇത്രയുമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ആയാൽ പോരാ എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് എൻ്റെ കരിയറിൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ടാവുന്നത്. 2023 ജനുവരിയിൽ ഏവിയേഷനിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് വയസ്സ് 40. ഒരു സാധ്യതയുമില്ല എന്നും എൻ്റെ പ്രായം അതിന് തടസ്സമാകുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒന്ന് പരിശ്രമിച്ചു നോക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പ്രായം അവർ പരിഗണിച്ചില്ല. എന്നാൽ വെയിറ്റ് പ്രശ്നമായി. 3 മാസം കൊണ്ട് ഞാൻ 9 കിലോ കുറച്ചു. മാർച്ചിൽ ഞാൻ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു. പിന്നീട് നീണ്ട 3 മാസം, ഒരുപാട് പ്രയാസങ്ങൾ. ജൂലൈയിലാണ് എൻ്റെ ട്രെയിനിങ് ഡൽഹിയിൽ തുടങ്ങുന്നത്. 3 മാസത്തെ ട്രെയിനിങ്ങിൽ എല്ലാ മോഡ്യൂളിലും ബാച്ചിൽ മുൻപന്തിയിൽ. ഞാൻ എൻ്റെ ഫ്ലൈയിങ് കരിയർ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് എൻ്റെ കരിയർ. അതേസമയം എൻ്റെ ഫാമിലിയെയും വളരെ നന്നായി മുൻപിലേക്ക് കൊണ്ടുപോകുവാൻ എനിക്ക് സാധിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. എൻ്റെ ജോലി എനിക്ക് തരുന്ന ഒരു ഫിനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ ഫ്രീഡം ഉണ്ട്. അതെന്നെ ഞാനായിരിക്കുവാൻ സഹായിക്കുന്നു. ഇന്നത്തെ എന്നിലേക്ക് എത്തിച്ചേരുവാൻ എൻ്റെ കുടുംബം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. എനിക്ക് പറക്കാൻ ചിറകുകൾ തന്ന എൻ്റെ ദൈവത്തിനും 1000 നന്ദി. ഞാൻ എൻ്റെ കഥ പറയാൻ കാരണം എന്നെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരിയെ പോലെ ചിന്തിച്ചു സങ്കടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ എൻ്റെ ചുറ്റുപാടുമുണ്ടെന്നുള്ള ബോധ്യമാണ്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ ഇത്രയുമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവർ. ഞാനൊന്ന് പറയട്ടെ, നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. നമ്മളുടെ മനസ്സിനും ആറ്റിറ്റ്യൂഡിനും പ്രായമാകാത്തിടത്തോളം വി ആർ യങ്. നമ്മൾ ആയിരിക്കുന്ന മതിൽക്കെട്ടുകളിൽ നിന്നും നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങളുടെ പ്രായം 30, 40, 50, 60 എത്രയെങ്കിലും ആവട്ടെ, സിറ്റുവേഷൻ എന്തു തന്നെയെങ്കിലും ആവട്ടെ, നിങ്ങൾ വിചാരിച്ചാൽ, പ്രയത്നിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ആദ്യം നമുക്കൊന്ന് വിശ്വസിക്കാം, എന്നെ കൊണ്ട് കഴിയുമെന്ന്. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിൽ നിങ്ങളുടെ കഴിവുകളിൽ സാഹചര്യങ്ങൾ നോക്കാതെ വിശ്വസിക്കാൻ തയ്യാറായാൽ സ്കൈ ഈസ് യുവർ ലിമിറ്റ്.